അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പാടമാണിത്. നിറയെ കൃഷി ചെയ്യുന്നൊരു സ്ഥലങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, ശരിക്കും നമ്മുടെ നാട്ടിൽ വന്ന പോലെ ഉള്ളൊരു ഫീലിംഗാണ് ഇപ്പോൾ തോന്നുന്നത്. കണ്ടില്ലേ, ഇവിടെ ആൾക്കാർ നടക്കാനിറങ്ങുന്ന ഏരിയയൊക്കെയാണിത്. കണ്ടില്ലേ, ചെറിയൊരു ചാലാണ്. കണ്ടോ, ഈ ചാലൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള, ഇപ്പോഴൊന്നും കാണാനില്ല. അതൊക്കെ ആൾക്കാർ കൈയടക്കി ഇപ്പം സ്വന്തം ഭൂമിയാക്കി എടുത്തിട്ടുണ്ട്. അതൊന്നും ഇപ്പം നമ്മുടെ അവിടെ കാണാനില്ല. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാടുണ്ട് ഇതുപോലത്തെ ചാലുകൾ കേട്ടോ. കൃഷി സ്ഥലത്തോട്ട് പോകുന്ന ചാലുകളാണ് ഇതൊക്കെ. പക്ഷെ എന്നാ രസമാണെന്നറിയാം കാണാൻ. ഓ കണ്ടോ, ഒരു രക്ഷയില്ല. കണ്ടോ, ഇപ്പോൾ എല്ലാ വീട്ടിലൂടെ പട്ടിയുണ്ട്, അതായി കിടന്ന് കുരയ്ക്കുന്നത്. ഒരു രക്ഷയില്ല. കണ്ടോ, ശരിക്കും നമ്മുടെ നാട്ടിൽ വന്ന പോലെ. അവിടെ അങ്ങൂന്ന് കണ്ടില്ലേ, ഒരാൾ നടന്നു പോകുന്നുണ്ടോ, ഒരു പുള്ളിക്കാരി നടന്നു പോകുന്നുണ്ടോ, അതിൻ്റെ വൈഫാണേ. ക്യാമറ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കണ്ടോണ്ട് പുള്ളിക്കാരി ഓടുക. പുള്ളിക്കാരി അങ്ങനെ അവത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്നെ എടുക്കും. അതുകൊണ്ട് പുള്ളിക്കാരി ഓടുക കേട്ടോ, ഒരു രക്ഷയില്ല. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. അപ്പം കണ്ടോ, ഒരു രക്ഷയില്ലാത്ത ഒരു പ്ലേസാണേ. എന്താ സൂപ്പർ. ഒരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ തോന്നുന്നല്ലേ, അതുപോലത്തെ ഒരു സൂപ്പർ ഏരിയ ആണേ. നോക്കിയേ, കണ്ടോ ആ മരം, കണ്ടോ സൂപ്പർ മരമല്ലേ. ഇലയൊക്കെ കൊഴിച്ച് ഇങ്ങനെ നിൽക്കുക അവൻ. വിൻ്റർ ആയപ്പോളേ അതിൻ്റെ ഇലയൊക്കെ കൊഴിഞ്ഞു. ഇനി മരക്കമ്പ് മാത്രമേ കാണുള്ളൂ. കണ്ടില്ലേ, അവൻ്റെ ആ നിപ്പ് കണ്ടോ, സൂപ്പറല്ലേ. കണ്ടില്ലേ, ഒരു കള്ളച്ചെറുക്കൻ അവിടെ നിന്ന് നോക്കുന്നുണ്ടോ. കണ്ടോ, ഒരു കരിമ്പൂച്ചയാണേ, നല്ല രസമാണ് അതിനെ കാണാൻ. കണ്ടില്ലേ, ആൾക്കാരൊക്കെ ഇപ്പോൾ നല്ല ഉറക്കമാണ്. ഇവിടെ സമയം ഇപ്പോൾ 9 മണി ആയതേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഈ വോക്ക് ചെയ്യുന്ന ഏരിയയിലുള്ള ക്യാബേജ് തോട്ടം. നല്ല രസമൊക്കെയാണ് കാണാൻ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ടോളൂ. ഇത് കണ്ടോ, സൂപ്പറാണ്. ഇങ്ങനെ നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചുമ്മാ നടന്നപ്പോൾ കണ്ടാണ് ക്യാബേജിൻ്റെ തോട്ടമാണിത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ രാവിലെ നടന്നു കഴിഞ്ഞാൽ കാണുന്നതാണ്. ഞാൻ ഇന്ന് വരെ ഇത് കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് നാൾ കൂടിയിട്ട് ഇപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഒരുപാട് ക്യാബേജാണ്, പല കളറിലുള്ള സാധനങ്ങളാണ്. ഇത് കണ്ടില്ലേ, മെറൂൺ കളർ ക്യാബേജാണേ. കണ്ടോ, മെറൂണാണേ. പിന്നെ ഇത് കണ്ടോ, ഗ്രീൻ കളർ ക്യാബേജ് കണ്ടോ. ഇവിടെ ഫുള്ളതാ, ഇവിടെ ഫുള്ള് ഇത് കണ്ടില്ലേ, ക്യാബേജ് മാത്രമാണ് ഫുള്ള്. ക്യാബേജേ ഉള്ളൂ, വേറൊന്നുമില്ല, ക്യാബേജാണ് ഫുള്ള്. കണ്ടില്ലേ, ഫുള്ളതാ, ഒരു രക്ഷയില്ല. ഇവിടെയുള്ള ആൾക്കാർ തന്നെ കൃഷി ചെയ്യുന്നതാണ്. അവർ ചീപ്പ് റേറ്റാണ്, സ്ഥലങ്ങളെല്ലാം റെൻറ്റിന് കിട്ടും. അങ്ങനെ എടുത്തിട്ട് അവർ കൃഷി ചെയ്യുന്നതാണ്. നല്ലൊരു വരുമാനമാണ്, അധികം ഇൻട്രസ്റ്റ് ഇല്ല, എല്ലാം ഗവൺമെൻറ് ചെയ്തു തരും. പക്ഷേ അത് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വേണം. മലയാളികളൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ. കണ്ടില്ലേ, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷേ സംതിങ് ഇല്ല, അതുകൊണ്ടാണ്. കണ്ടില്ലേ, നല്ല സൂപ്പർ പ്രഭാതമാണ്. ഇത് കണ്ടില്ലേ, ഇത് ക്യാബേജിൻ്റെ തന്നെ ചെറിയൊരു ഐറ്റമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇതാണ് സാധനം, കാണാമെന്ന് കരുതുന്നു.
നോക്കണം. ഇതാണ് സാധനം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. ഇത് ഈ കിടക്കുന്ന സാധനമാണേ. ഓക്കെ, അപ്പോൾ നല്ല രസമാണ് ഇവിടെ എല്ലാം കാണാൻ. കണ്ടില്ലേ, രാവിലെ പട്ടികോരയൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇത് എല്ലാ വീട്ടിലും ഈ സാധനമുണ്ട് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിൽ ഈ പട്ടീനെ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകാനോ എടുക്കാനോ ഒക്കെ വലിയ പാടല്ലേ. ഇവിടെയുള്ള ആൾക്കാർ രാവിലെ എണീക്കുന്നതിന് അതിനെ കൊണ്ട് രാവിലെ നടക്കാൻ ഇറങ്ങും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. അതിന് ശേഷം മാത്രമേ അവരും എല്ലാം കഴിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികൾ. അപ്പോൾ ഞാൻ ഒരുപാട് നാളായി നടന്നിട്ട് ഇതുണ്ട്. ഈ കാഴ്ച ഞാനിപ്പോഴാണ് അതിനോട് ചേർന്ന് ആ ക്യാബേജിൻ്റെ കൃഷിയിടത്തോട് ചേർന്നുള്ള ഒരു മരമാണ്. നല്ല രസമാണ് ആ മരം കാണാൻ വേണ്ടി. നോക്കി നിങ്ങൾ, സൂപ്പർ മരമാണ്. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഇലകളൊക്കെ ചുവപ്പ് നിറമാവും. എന്നിട്ട് ഈ ഇലയൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോകും. അപ്പോൾ നല്ല രസമല്ലേ, നിങ്ങൾ നോക്കി, സൂപ്പറല്ലേ കാണാൻ. ഇതുപോലൊക്കെ ഇനി കാണാൻ പറ്റില്ല. ഇനി തണുപ്പ് അങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഇന്ന് അടുത്തൊക്കെ അങ്ങ് നിൽക്കും. അപ്പോൾ ഇപ്പോഴൊക്കെ നടക്കാനൊക്കെ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ കൂട്ടുകാരെല്ലാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നതും വരെ മലയാളി ഫ്രം UK. ബൈ.